ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ പോട്ടിൽ എങ്ങനെ പെയിൻറ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വലിയ ആൾക്കാർക്കുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് പോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പേപ്പറിലാണ് ചെയ്യുന്നത്. പോട്ട് നമ്മൾ വാങ്ങുമല്ലോ, വാങ്ങിയിട്ട് നമ്മൾ വൈറ്റ് അടിക്കുമല്ലോ. വൈറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു അക്വേറിയമാണ് കേട്ടോ നമ്മളിന്ന് വരയ്ക്കുന്നത്. അക്വേറിയം എന്ന് പറയാം, കടലിൻ്റെ അടിഭാഗം എന്നൊക്കെ പറയാം കേട്ടോ. പോട്ടിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഡാർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിൽ നമ്മൾ ചെയ്യുമ്പോൾ പോട്ടിൻ്റെ എല്ലാം ഒരു ടൺ കൊടുത്താൽ മതി. ഇത് പോട്ടിൻ്റെ ഉൾഭാഗം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പോട്ടിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊരു ലൈറ്റ് ടോൺ കൊടുക്കുക. വെള്ളത്തിൻ്റെ അടിഭാഗം ഡാർക്കും മുകൾ ഭാഗം കുറച്ച് ലൈറ്റ് ആയിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ടോൺ കൊടുക്കുക മുകളിൽ. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത്, ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന മീനുകളെയാണ്. മീനുകൾ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ചെയ്യണം. വൈറ്റ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ അക്രിലിക് വൈറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ വരയ്ക്കാൻ പേടിയുള്ളവർക്ക് പെൻസിലില്ലേ, വൈറ്റ് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാനും കുഴപ്പമില്ല. ഔട്ടർ സ്കെച്ച് നമുക്കൊന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് ഏത് മീനാണ് വരയ്ക്കണത് അതിൻ്റെ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കണ മീൻ തന്നെ വരയ്ക്കണമെന്നില്ല, ഏത് മീനായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ മീനുകളുടെ ഔട്ടർ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പുല്ലും കുറച്ച് പാറയും ഒക്കെ കൂടി താഴെ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ ആണ്. യെല്ലോയിൽ കുറച്ച് ബ്ലൂ, നമ്മുടെ ആദ്യം എടുത്ത ബ്ലൂ ഇല്ലേ, ആ ബ്ലൂ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഗ്രീൻ ആവും. ആ ഗ്രീനാണ് ഇപ്പോൾ പുല്ലിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പുല്ലിൻ്റെ ഒപ്പം നമുക്ക് പാറ വരയ്ക്കാം, ചെറിയ ചെടികൾ വരയ്ക്കാം, പിന്നെ കുറച്ച് ബബിൾസ് വരയ്ക്കണം. ബബിൾസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ചെറിയൊരു വട്ടം ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് കൊണ്ട് ചെറിയ വട്ടം ഇട്ട് കൊടുത്താൽ മതി. വട്ടം മുകളിലേക്ക് പോയാൽ മതി. ലാസ്റ്റ് ഞാൻ ഫോട്ടോ കാണിക്കാം അതിൻ്റെ. ആ വീഡിയോ ബബിൾസ് വട്ടം വരയ്ക്കണതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. പാറ വരയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ്. നേരിട്ട് ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വൈറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ച് ഷെയ്ഡ് ചെയ്യാണ് കേട്ടോ.
കുറച്ച് ലൈറ്റ് ടോൺ കിട്ടാൻ വേണ്ടി മാത്രം. നമുക്ക് പാറ വരയ്ക്കുമ്പോൾ ബ്രൗൺ ഉപയോഗിക്കാം, അതിൻ്റെ ഒപ്പം ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉപയോഗിക്കാം. നേരിട്ട് ബ്ലാക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ കുറച്ചൊരു വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ലൈറ്റ് ടോൺ മുകളിൽ വരും, പാറയുടെ അടിഭാഗം ഡാർക്ക് വരും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുല്ലുകളും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷോ റൗണ്ട് ബ്രഷോ എടുത്തിട്ട് ജസ്റ്റ് ഗ്രീനും റെഡും ഇതൊക്കെ വെച്ചിട്ട് കുത്തിയാൽ മതി. ബ്രഷ് ടിപ്പ് ചെയ്യില്ലേ, അതോടെ ചെയ്താൽ മതി. വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ പൂക്കൾ പോലെ തോന്നിക്കാനൊക്കെ ആയിട്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന മീനിന് കളറാണ് കേട്ടോ. മീനിൻ്റെ കളറ് റെഡും ഓറഞ്ചും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു മീനിൻ്റെ പിക്ചർ കയ്യിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയയിൽ വെച്ചിട്ട് വരച്ചാണ്. നമ്മൾ പിക്ചർ കയ്യിൽ വെച്ചിട്ട് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ സ്കെച്ച് ഇടുമ്പോൾ വൈറ്റ് കൊണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളിതെല്ലാം ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഔട്ടറിൻ്റെ ഇതിൽ നല്ല ഭംഗിയായിരിക്കും. മീനിന് നല്ല ഒരു എടുപ്പുണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ ഷെയ്ഡൊന്നും ചെയ്യണമെന്നില്ല. ഷെയ്ഡൊക്കെ ചെയ്താൽ നമുക്ക് 3D പോലെ ആക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. മീനിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം കുറച്ചൊരു ബ്രൗൺ ചേർത്തിട്ടൊരു ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉരുണ്ടിരിക്കും മീൻ. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കാണാൻ പറ്റും. നമ്മൾ പെയിൻറ്റ് ചെയ്ത മീനുകൾക്കെല്ലാം ഔട്ടർ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ വരച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. ഇത് വരച്ച് കഴിയുമ്പോൾ എല്ലാ മീനുകൾക്കും ബ്ലാക്ക് കൊണ്ട് ലൈൻസ് വരയ്ക്കും. അതിൻ്റെ വീഡിയോ അല്ല, അതൊരു ഫോട്ടോ ആണ്. ഫോട്ടോ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.